ഓക്കെ, സിദ്ധു നല്ലൊരു സ്പ്രേ മാധവനുണ്ടെങ്കിൽ മാധവനുണ്ടി അവിടുന്ന് ആ ഒരു ഏരിയയിൽ നിന്ന് ബാക്ക് ഓഫ് ചെയ്യുകയാണെന്ന് തോന്നുന്നു. മാധവനുണ്ടി തറയിൽ ഇറങ്ങിയിട്ടുണ്ട്. മേ ബി തിരിച്ചു കയറി വീണ്ടും ഒരു അൺഎക്സ്പെക്ടഡ് പ്ലേക്ക് ട്രൈ ചെയ്യാൻ സാധ്യതയുണ്ട്. വീണ്ടും തറയിൽ പോയി. ബാക്കിയുള്ള പ്ലേയേഴ്സ് എല്ലാം ഈ ഒരു ഏരിയയിൽ നിൽക്കുകയാണ്. നമ്മുടെ EVX പ്ലേയേഴ്സ് കുറച്ചും കൂടെ അവിടെ ഈവനായിട്ട് സ്പ്രെഡ് ആയിട്ടുണ്ട്. അടുത്തൊരു സോണിന് വേണ്ടിയിട്ടുള്ളൊരു ഗെയിമാണെന്ന് തോന്നുന്നു ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്താണ് ചെയ്യാൻ പോകുന്നത് രണ്ട് പ്ലേയേഴ്സും? സെക്കൻഡ് ലാസ്റ്റ് സോൺ EVXന്റെ സൈഡിലോട്ടാണ് ഷിഫ്റ്റ് ചെയ്തത്. ലാസ്റ്റ് സോൺ MRCക്ക് കിട്ടുമെന്നുള്ള പ്രതീക്ഷയിലാണെന്ന് തോന്നുന്നു MRC. ഓക്കെ, മാധവനുണ്ണിയുടെ വക ഒരു സ്പ്രേ, ബട്ട് അവിടെ പ്ലേയേഴ്സിന് ആരും അവർക്ക് വിസിബിൾ അല്ല എന്ന് തോന്നുന്നു. ബുള്ളും വരും ഇങ്ങോട്ട് കയറി. ഇവിടെ ഫ്ലഫിനെ സ്പോട്ട് ചെയ്തിട്ടുണ്ട് അവര്. അപ്പൊ അവിടെ ഫ്ലഫിക്ക് നല്ലൊരു സ്പ്രേ EVXന്റെ സൈഡിൽ നിന്ന് പോയിട്ടുണ്ടായിരുന്നു. അവരുടെ ബാക്കിയുള്ള പ്ലേയേഴ്സ് എല്ലാരും കൂടെ സോൺ ഔട്ട് ചെയ്യുന്ന അവിടെ വന്ന് 1 2 3 പറഞ്ഞ് ഞെക്കാനുള്ള ഒരു പരിപാടിയാണ് തോന്നുന്നത്. ഇവിടുന്ന് ഈ ഒരു ഏരിയ അവരെല്ലാരും ബാക്ക് ഓഫ് ചെയ്തിട്ടുണ്ട് കറന്റ്ലി. കാര്യമില്ല. നൈസ് റൊട്ടേഷൻ ആടാ, നൈസ് റൊട്ടേഷൻ. നോക്കട്ടെ. ഇല്ല അതില് ആ ബാരിക്കേഡ് വെച്ച് ഇതിലെ കയറി എടുക്കാനുള്ള പ്ലാൻ ആയിരിക്കും. അതാ പക്ഷെ ഫ്ലഫി ഇല്ല, താഴെ പോയില്ല. ഓക്കെ, ഫ്ലഫി റൊട്ടേറ്റ് ചെയ്ത് ആ ഒരു ബിൽഡിങ്ങിലോട്ട് കയറുന്നുണ്ട്. MRCയുടെ ബാക്കിയുള്ള പ്ലേയേഴ്സ് റൊട്ടേറ്റ് ചെയ്ത് ആ ഒരു സോണിന്റെ അകത്തോട്ട് വന്നിട്ടുണ്ട്. ഒരു അൺഎക്സ്പെക്ടഡ് സർപ്രൈസ് ആണെന്ന് തോന്നുന്നു EVXന് കിട്ടാൻ പോകുന്നത്. EVXന്റെ പ്ലേയേഴ്സ് അത് സ്പോട്ട് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ നമുക്ക് അറിയത്തില്ല. EVXന്റെ പ്ലേയേഴ്സ് ഇതുവരെ അത് സ്പോട്ട് ചെയ്തില്ലെന്ന് തോന്നുന്നു. ഇവിടെ കളിക്കുന്ന പ്ലെയറെങ്കിലും മിനിമം സ്പോട്ട് ചെയ്തില്ലെങ്കിൽ ആ പ്ലെയർ ചാവാനുള്ള എല്ലാ ഇല്ല 1 2 3 പറയുമ്പോൾ ചിറക്കൽ ശ്രീഹരിക്ക് സർപ്രൈസ് ആയിരിക്കും മിക്കവാറും. MRCയുടെ പ്ലേയേഴ്സ് എല്ലാം സോൺ ഇന്നിലായിട്ട് വരുന്നുണ്ട്. കറന്റ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ 3 പ്ലേയേഴ്സ് ഇവിടെ താഴെ ബൈഫൂട്ട് കളിക്കുന്നുണ്ട്. അലക്സ് ഡെവോർ, ബ്രൂസ് ആൻഡ് കുറുപ്പിഡനി. MRCയുടെ ബാക്കിയുള്ള എല്ലാ പ്ലേയേഴ്സും റൊട്ടേറ്റ് ചെയ്ത് ആ ഒരു ബിൽഡിംഗ് കയറിയിട്ടുണ്ട്. നമ്മുടെ മാധവനുണ്ണി ഇവിടെ നിന്ന് കവർ കൊടുക്കുന്നുണ്ടെന്ന് തോന്നുന്നു. മാധവനുണ്ണി ഡിസ്ട്രാക്ട് ചെയ്തു. എന്താണ് MRC ചെയ്യാൻ പോകുന്നത്? അടുത്ത സോൺ വീണ്ടും EVXന് അഡ്വാൻറ്റേജ് ആയിട്ടുള്ള രീതിയിലാണ് സോൺ വീണ്ടും വന്നിരിക്കുന്നത്. കാരണം സ്പോട്ട് ചെയ്തിട്ടുണ്ട്, ചരടെ സ്പോട്ട് ചെയ്തിട്ടുണ്ട്. ചരടെ നല്ലൊരു ടാഗ് കിട്ടി. മാധവനുണ്ണി ഇവിടുന്ന് കയറി നല്ലൊരു സ്പ്രേ കൊടുക്കുന്നുണ്ട്. ബട്ട് തിരിച്ച് മാധവനുണ്ണി താഴോട്ട് ഇറങ്ങിയിട്ടുണ്ട്. എന്താണ് MRC കയറിയവരെല്ലാരും തിരിച്ച് റൊട്ടേറ്റ് ചെയ്ത് ഇപ്പുറത്തോട്ട് തന്നെ വന്നോണ്ടിരിക്കുകയാണ്. സൈമാലിക് തറയെ വീണു. റൊട്ടേഷനാണ് സൈമാലിക് എടുത്തോണ്ടിരിക്കുന്നത്. കറങ്ങി വരാൻ ടൈം എടുക്കുന്നു. നോക്കുവാണെങ്കിൽ MRCയുടെ പ്രണവ് ഫ്ലഫി വണ്ടി അവിടെ വന്ന് ഇറങ്ങിയിട്ടുണ്ട്. അവരവിടുന്ന് EVX അവിടുന്ന് ഫോൾ ബാക്ക് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇതില് അറ്റാക്ക് ചെയ്യുന്നത് MRC ആണെന്ന് MRC മനസ്സിലാക്കണം. കാരണം EVXന് അവരുടെ പൊസിഷനിൽ നിന്ന് അനങ്ങേണ്ട ആവശ്യമില്ല. MRCക്കാണ് ഒരു പിക്ക് എടുക്കേണ്ടിയിരിക്കുന്നത്. EVX ഈ ടൈം തീർക്കാനായിരിക്കും അവർ ശ്രമിക്കുന്നത്. കാരണം അവർക്ക് ഓൾറെഡി 100% ഇൻഫ്ലുവൻസ് ഉണ്ട്. വീണ്ടും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, സമയം തീരുമ്പോൾ ഇൻഫ്ലുവൻസ് ആരുടെ പേരിലാണോ അവരാണ് ടർഫ് ജയിക്കുക. അതുകൊണ്ട് അതും കാൽക്കുലേറ്റ് ചെയ്യണം MRCന് ഇവിടുന്ന് മുന്നോട്ട് കളിക്കാൻ. എന്താണ് MRC ചെയ്യാൻ പോകുന്നത് നമുക്ക് കണ്ടു തന്നെ അറിയേണ്ടിയിരിക്കുന്നു. ഒരുത്തനേലും 12v12 ആണ് സോൺ. ലാസ്റ്റ് സോൺ പെരുന്നാളടിക്കുള്ള ചാൻസ് ആണ്. യെസ്, ഇപ്പോൾ ലാസ്റ്റ് സോൺ ഷിഫ്റ്റ് ആവും. ഷിഫ്റ്റ് ആയി കഴിയുമ്പോഴത്തേക്ക് കുറെ കൂടെ പ്ലേയേഴ്സ് ലിമിറ്റഡ് ആവാൻ ചാൻസ് ഉണ്ട്. അവര് ഏരിയയിലോട്ട് തിരിച്ചു വന്നിട്ടുണ്ട്. ബട്ട് ആ ഒരു ഏരിയയിലോട്ട് മാത്രമായി MRC വീണ്ടും ചുരുങ്ങിയിരിക്കുകയാണ്. നമ്മൾ നോക്കുകയാണെങ്കിൽ 12v12 ആണ്.
നമ്മുടെ സിദ്ധു, സീൻ സുര, നോക്കാം അതേപോലെ ബാക്കിയുള്ള പ്ലേയേഴ്സ് എല്ലാവരും ആ ഒരു ഏരിയയിൽ തന്നെ ഉണ്ട്. എന്താണ് MRCയുടെ തീരുമാനം? ഫ്ലഫി എന്തേ തോറ്റു? ഇവിടെ തന്നെ ഉണ്ടോ? വണ്ടിക്കകത്താണോ? മണ്ണിന്റെ അടിയിലാന്നോ? എനിക്ക് കാണാത്തതാണോ? ഇവിടെ ഉണ്ട്. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഈ ഇതിന്റെ അടിയിൽ അപ്പുറത്തെ സൈഡിൽ ഇവന്മാരെല്ലാരും ഉണ്ടോ? വണ്ടി എടുത്ത് കറങ്ങാൻ പറ്റുമോ? എനിക്ക് പിങ്ങാണ്, എനിക്കൊന്ന് കണ്ടുകൂടാ, അതല്ലേ, ഒന്ന് നോക്കിട്ട് വരാമോ? ഓക്കെ, MRC അവിടുന്ന് റൊട്ടേഷൻ ചെയ്യാൻ പോവുകയാണെന്ന് തോന്നുന്നു. ഇക്രിമോന്റെ സൈഡിൽ നിന്നാണ് ആ റൊട്ടേഷൻ വരാൻ പോകുന്നതെന്ന് തോന്നുന്നു. ഓക്കെ, ഇക്രിമോൻ അവിടെ വണ്ടി ഇട്ട് ഒരു കവർ എടുത്ത് ഉണ്ടാക്കാനുള്ള പരിപാടിയാണെന്ന് തോന്നുന്നു. മെസ്സി കൂടെ സ്പോട്ട് ചെയ്ത് നല്ലൊരു ടാഗ് കൊടുത്തു. ഈ ഒരു ആംഗിൾ നിന്ന് അവരുടെ വിസിബിലിറ്റി കുറവായിരിക്കും, ബട്ട് അവർക്ക് നല്ല രീതിയിൽ വിസിബിൾ ആയിരിക്കും ആ പ്ലേയേഴ്സ്. ഓക്കെ, സമയം കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. ലാസ്റ്റ് 13 മിനിറ്റ് ആണ് കറന്റ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ. എന്താണ് MRC ചെയ്യാൻ പോകുന്നത്? 88% എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇത് 88% ആർക്ക് വരാം? അവിടെ മുകളിൽ എഴുതി കാണിക്കണുണ്ട് EVX സൈഫർ ഫ്ലാറ്റ് എന്ന് പറഞ്ഞിട്ട്. അത് മാറും MRC ആണെന്നുണ്ടെങ്കിൽ. നമുക്ക് ഇൻഫ്ലുവൻസ് കിട്ടാണ്. ഇല്ല ലാസ്റ്റ് പുള്ളി ടൈറ്റ് ആക്കിയാണ് ഇപ്പോൾ കറന്റ് EVX ഇരിക്കുന്നത്. ഇതിൽ നിന്ന് ഏത് ആംഗിൾ വഴിയാണ് MRC കയറാൻ പോകുന്നത് നമുക്ക് കണ്ടു തന്നെ അറിയേണ്ടിയിരിക്കുന്നു. ലാസ്റ്റ് 12 മിനിറ്റ് ആണ്. ഒരു സോണും കൂടെ ഷിഫ്റ്റ് ആവാൻ തോന്നല്ലേ? 2 മിനിറ്റ് കൂടി കഴിഞ്ഞാൽ ഒരു സോണും കൂടി ഷിഫ്റ്റ് ആവടാ. ഇനിയില്ല, അങ്ങനല്ലല്ലോ. 32, 22, 12 ഇപ്പൊ ഒരെണ്ണം വരണ്ടേയാണല്ലോ. കഴിഞ്ഞോ? കഴിഞ്ഞോ? ചെറുതായല്ലോ, ഒരു സോൺ ചെറുതായല്ലോ. 2 ഷിഫ്റ്റ് കഴിഞ്ഞോ? 2 അല്ല 3 ഷിഫ്റ്റ് ഉണ്ടല്ലോടാ. ആണോ? ആദ്യത്തെ ഷിഫ്റ്റ്, രണ്ടാമത്തെ ഷിഫ്റ്റ് ഇതാക്കിട്ടില്ല. വെറുതെ ചത്തു പോകുന്നാവൂലല്ലോ. നോക്കാം നമുക്ക്. രണ്ടാമത്തെ തോന്നുന്നു. ഓക്കെ, നല്ലൊരു സ്പ്രേ അവിടെ ഉള്ള ഫ്ലഫിക്ക് നല്ലൊരു സ്പ്രേ കിട്ടി. ബട്ട് പിക്ക് കൺഫേം ചെയ്യാൻ അവർക്ക് സാധിച്ചില്ല. ഫ്ലഫിക്ക് നല്ലൊരു ടാഗ്. ഫ്ലഫി നേരെ വണ്ടിയായിട്ട് പോകുന്നുണ്ട്. നല്ലൊരു ഏരിയയിലോട്ട് ഫ്ലഫി അവിടെ പെട്ടുപോയി തോന്നുന്നു. ഫ്ലഫിനെ എല്ലാവരും അങ്ങനെ MRCയുടെ ആദ്യത്തെ പിക്ക് ഫ്ലഫി ഡൗൺ ആയിരിക്കുകയാണ്. ആ ഒരു ഏരിയയിലോട്ട് ഫ്ലഫി വണ്ടിയായിട്ട് പോയി. അപ്പോൾ തന്നെ ഫ്ലഫി നിര്യാതനായിരിക്കുകയാണ്. ഈ ടർഫിലെ ആദ്യത്തെ പിക്ക് MRCയുടെ സൈഡിൽ നിന്നാണ് വീണിരിക്കുന്നത്. തിരിച്ച് MRCക്ക് ഇനി 2 പിക്ക് എടുക്കാതെ ഇൻഫ്ലുവൻസ് മാറില്ല. ഓരോ 5 സെക്കൻഡിലും 1% വെച്ചാണ് കുറയുന്നത്. അങ്ങനെ നോക്കിയാൽ തന്നെ അറൗണ്ട് ഒരു 5 മിനിറ്റിൽ മുകളിൽ വേണം 100% ഇൻഫ്ലുവൻസ് മാറാൻ തന്നെ. സോ ഇനിയുള്ള 5 മിനിറ്റിനുള്ളിൽ MRC കയറി അടിച്ചില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു ടർഫ് MRCക്ക് നഷ്ടപ്പെടുന്നതായിരിക്കും. EVX ആണെന്ന് പറഞ്ഞു കൊടുക്കുക അവനോട്. ക്യാമ്പിങ് വന്നൊക്കെ അത് ഓരോരുത്തരുടെ ഇതല്ലടാ. ഇവിടെ ഓക്കെ,
ശരിക്കേ ഓ ഏഷ്യാനെറ്റുകാർക്ക് എല്ലാവർക്കും 1000 MS-ഉം 20 BL-ഉം നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. കുഴപ്പമില്ലടാ. അത് പോട്ടെ കുഴപ്പമില്ല. പോട്ടെ. അയ്യോ അല്ല സോണിന്റെ അല്ല, നമുക്ക് ഫസ്റ്റ് ഓൾറെഡി എല്ലാരും വെൽ പൊസിഷൻഡ് ആണ്. നമ്മുടെ 4-5 പ്ലേയേഴ്സിന് ഇത് എന്ത് ചെയ്യാന് അതിന്റെ അകത്തോട്ട് വെറുതെ നിക്കില്ല. എങ്ങനെയാണ് MRC അടിച്ച് കയറുമ്പോൾ നമുക്ക് കണ്ടറിയാം. മേളുള്ളവർ ആരും സ്പോട്ട് ചെയ്തില്ലെന്ന് തോന്നുന്നു. റക്സ് ആഡിയോ ഇത് കഴിഞ്ഞിട്ട് ആഡിയോ പിക്ക് പോലെ നല്ലൊരു ടാഗ്, ബട്ട് പിക്ക് കൺഫേം ചെയ്യാൻ സാധിച്ചില്ല. എനിക്ക് ചരണ് അത്രേ ഉള്ളു. അമ്മര് പുറത്ത് തലയിടല്. 4-5 പേർക്ക് പ്രശ്നമുണ്ട്. അത് പോട്ടെ കുഴപ്പമില്ല. ഷാലു റക്സ് ആണോ ചാറ്റുന്നത്? അല്ലല്ല കത്തി. ഓക്കെ, MRCയുടെ ഒരു പ്ലെയർ കത്തിപ്പോയിരിക്കുകയാണ്. ഈ ഒരു ടർഫ് ലാസ്റ്റ് സോൺ വരെ MRC കാത്തു നിന്നത് വലിയൊരു മണ്ടത്തരമായി പോയെന്നേ പറയാനുള്ളൂ. ബട്ട് നമുക്ക് നോക്കാം. ഇനിയും 8 മിനിറ്റ് ബാക്കിയുണ്ട്. ഒരു ഓൾ ഡൗൺ എന്നൊരു സിനാരിയോ ആണ് MRC ഇനി ബാക്കിയുള്ളത്. അവരുടെ ഒരു പ്ലെയർ ഡൗൺ ആയി, ഒരു പ്ലെയർ കത്തിപ്പോയി. ഇനി ബാക്കിയുള്ള 8 മിനിറ്റിൽ ഓൾ ഡൗൺ ആക്കാതെ MRCക്ക് ഒരു ടർഫ് കിട്ടാൻ വളരെ ടൈറ്റ് ആയിരിക്കും. അല്ലെങ്കിൽ MRC ഇപ്പോൾ തിരിച്ച് ഒരു 3 പിക്കെങ്കിലും തിരിച്ചെടുക്കാതെ ഇൻഫ്ലുവൻസ് ചേഞ്ച് ആവില്ല. ഓക്കെ, മാധവനുണ്ണി ദിഗോട് അവിടെ വണ്ടി എടുത്ത് ഒരു റൊട്ടേഷൻ പോകുന്നുണ്ട്. അത് ഓൾറെഡി ഇവര് സ്പോട്ട് ചെയ്യുമെന്ന് തോന്നുന്നു. റക്സ് റോള് കൊടുക്കാം. ഒന്ന് ഇത് വാർ കഴിയട്ടെ. 6 മിനിറ്റ് കൂടി കഴിയട്ടെ. 6 മിനിറ്റ് കൂടി കഴിഞ്ഞിട്ട് കൊടുക്കാം. 12:10 നമുക്ക് കത്തിപ്പോയാൽ കൗണ്ട് കുറയില്ലേ? അപ്പോൾ ഇൻഫ്ലുവൻസ് ഡ്രോപ്പ് വരില്ലേ? കത്തിപ്പോയാൽ കൗണ്ട് കുറയും, ഇൻഫ്ലുവൻസ് ഡ്രോപ്പ് വരും. പക്ഷേ ഇത് ഡിഫെൻഡിങ് EVX ആണ്. അതുകൊണ്ട് തന്നെ EVXന്റെ പ്ലെയർ പോയാലേ കാര്യമുള്ളൂ. MRC ആണ് പോയിരിക്കുന്നത്. ഇതിൽ നന്നായിട്ട് XT എവിടെ ഇപ്പൊ മാധവനുണ്ണി കൊടുക്കി പോയി ടൂർ പോയോ? അതിന്റെ അടി കൂടി കളിച്ചെന്നോ? ഒന്നുമില്ല. ഇങ്ങനെ ലോജിക് ഇല്ലാതെ ഓരോന്ന് പറയല്ലേന്നോ? അല്ല അതിന്റെ കൂടി കാണാല. ഓക്കെ, MRC പുഷ് ചെയ്ത് വരുന്നുണ്ട്. MRCയുടെ പ്ലേയേഴ്സിനെ അവർ സ്പോട്ട് ചെയ്തിട്ട് തോന്നുന്നു. മുള്ളോപ്പ് ഇവിടുന്ന് സ്പ്രേ ചെയ്യാൻ ശ്രമിക്കുന്നത്. മെസ്സിക്കോട്ട് നല്ലൊരു ടാഗ് കൊടുത്തു. ഇവരെല്ലാരും ബൈ ഫുഡ് വന്ന് കയറിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ഇവിടെ മേളിൽ ഇക്രമോനെ കൈസുക്കു പിക്ക് ഓഫ് ചെയ്തു. ബ്രൂസിനെ പിക്ക് ഓഫ് ചെയ്തിട്ടുണ്ട്. സ്ക്രീം 1 ചിറക്കൽ ശ്രീഹരി മാധവനുണ്ണിനെ പിക്ക് ഓഫ് ചെയ്തിട്ടുണ്ട്. EVX ഫെലിക്സിനെ കുറിപ്പിട്ടിട്ടുണ്ട്. അതുപോലെ അലക്സ് ഡെവോർ EVX ചിറക്കൽ ശ്രീഹരിനെ പിക്ക് ഓഫ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. അലക്സ് ഡെവോറിന് റൊട്ടേറ്റ് ചെയ്ത് വരുന്നുണ്ട്. അലക്സ് ഡെവോറിന്റെ മേളിൽ നിന്ന് പിക്ക് ഓഫ് ചെയ്തിട്ടുണ്ട്. EVX ജിൻ സക്കായി അപ്പുറത്തുനിന്ന് ഒരു ഹാർഡ് പുഷ് വരുന്നുണ്ടോ? ഓ, EVX സെലൻസ്കി ഒറ്റയ്ക്ക് കയറി വരുന്നുണ്ടെന്ന് തോന്നുന്നു. അവിടെ ബുൾ വേഴ്സസ് സെലൻസ്കി ഗൺഡയിലോട് സെലൻസ്കി ഡൗൺ. അതേപോലെ കൈസക്കും അതിന്റെ മുകളിലോട്ട് കയറുന്നുണ്ട്. EVX എല്ലാരും ബൈ ഫുഡ് കയറി വന്നോണ്ടിരിക്കുകയാണ് തോന്നുന്നു. പക്ഷെ റൈറ്റ് ആംഗിളാണ് MRC ഇരിക്കുന്നത്. പക്ഷെ അത് വലിയൊരു മുകളിൽ നിന്ന് ബുള്ളോപ്പിനെ പിക്ക് ഓഫ് ചെയ്തിരിക്കുകയാണ്. പ്രണവ് സൈഡനെ പിക്ക് ഓഫ് ചെയ്തിരിക്കുകയാണ്. ലിബിൻ എരുമേലി പ്രണവ് സൈഡൻ തിരിച്ചു വന്നല്ലേ? കത്തി കേട്ട് കയറിയല്ലേ? ഓക്കെ, അങ്ങനെ സൈ മാലിക്കും ഡൗൺ ആയിരിക്കുകയാണ്. MRC ഓൾ
ഡൗൺ ആയിരിക്കുകയാണ്. ചെക്ക് ചെയ്ത് വേറെ ആരെല്ലാം ഉണ്ടോ എവിടെയെങ്കിലും? റൊട്ടേഷൻ പോയവരൊക്കെ എവിടെയാടാ? ഇത് പോയില്ലേ ഇവിടെ തന്നെ വന്നു? ഓളോടല്ലേ? ഇനി ഇതൊന്ന് നോക്കൂ. അങ്ങനെ ഇതൊന്ന് നോക്ക്, നമ്മളെ അവസ്ഥ കാണിച്ചുതരാം. ഇല്ലടാ അത് പോട്ട്. ഇല്ലില്ല, നോക്ക് നോക്ക് നോക്ക്, ഇത് കാണണം. അല്ലെങ്കിൽ ഇത് കണ്ട കണ്ട 1465 MS ആ പിള്ളേര് കിടന്ന് ഇതാണ് കണ്ട. എനിക്ക് മാത്രല്ല, ഇത് എന്റെ പ്രശ്നമല്ല. ഏഷ്യാനെറ്റ് ഫുള്ള്, ഞാന് ചരണ എല്ലാവർക്കും 4-5 ഒരു 12 പേരിൽ 5 പേർക്ക് ഇഷ്യൂ ഉണ്ട്. ഇത് വെച്ചിട്ട് എങ്ങനെ കളിക്കാനാണ് കുട്ടി? അത് പോട്ടടാ, കുഴപ്പമില്ല. നമുക്ക് അടുത്ത് നോക്കാം. വാ. എനിവേ ജിജി കുഴപ്പമില്ല ഗൈസ്, നമുക്ക് അടുത്ത് നോക്കാം. അവര് നന്നായി കളിച്ചു. നല്ല കളി. നമുക്ക് റെക്സിന് ആഡ് ചെയ്തോണ്ട് നമുക്ക് വാറിന് പോവാം. അതല്ലേ ഞാൻ ഫേസ്